ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയന്തി. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോ കാണുകയും അതിനനുസരിച്ച് കുറേ പേരെങ്കിലും അതൊക്കെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ അതിനെ ഫോളോ ചെയ്ത് റിസൾട്ടിലേക്ക് എത്തിയ ഒരുപാട് പേരുണ്ട്. വളരെ സന്തോഷമുണ്ട് അവരുടെയൊക്കെ ആ ഒരു റിപ്ലൈ കേൾക്കുമ്പോൾ. സ്ഥിരമായിട്ട് നമ്മളൊരു കാര്യം ചെയ്താലാണ് നമുക്ക് ആ ഒരു സക്സസ്സിലേക്ക് എത്തുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായാലും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ടിരുന്ന് ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ച് വർക്ക് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചെയ്ത് നോക്കിയാലാണ് നമുക്കതിൻ്റെ റിസൾട്ടിലെത്തുന്നത്. അല്ലാതെ ക്ലാസ്സിലൊരു കാര്യം ഒരു ദിവസം കേട്ടെന്ന് കരുതി നമുക്കൊരിക്കലും റിസൾട്ട് സക്സസ്സിലേക്ക് എത്തുകയില്ല. അതുപോലെ തന്നെയാണ് ഹെൽത്തിൻ്റെ കാര്യവും. നമ്മളിപ്പോൾ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളം ഒഴിച്ചാൽ മാത്രമാണ് അത് കിളിച്ച് വരുന്നത്. അതിന് വേണ്ടുന്ന വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മളതിനെ ഡെയിലി പരിപാലിച്ചാൽ മാത്രമാണ് ആ ഒരു ചെടി വളർന്നു വന്ന് അതിന് ഫലങ്ങളുണ്ടാകുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. കുറേ ആൾക്കാരെങ്കിലും എനിക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം എന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. പെട്ടെന്ന് വെയിറ്റ് ലോസ് വേണം, അതുപോലെ തന്നെ സ്ട്രെസ്സുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ സ്ട്രെസ്സ് മാറ്റിത്തരണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അവർക്കതിൻ്റെ മെത്തേഡ്സ് പറഞ്ഞു കൊടുത്താൽ അവരത് ചെയ്യത്തുമില്ല. കുറേ കാര്യങ്ങളെങ്കിലും നമ്മൾ സ്ട്രെസ്സിൻ്റെ റിലീഫിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലും നമ്മുടെ മൈൻഡ് കൺവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അത് ചെയ്യാതെ പെട്ടെന്ന് റിസൾട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്? ഈ ലോകത്ത് നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ചില ആൾക്കാർക്ക് വർക്ക് സ്ട്രെസ്സായിരിക്കും, ചിലർക്ക് ഫാമിലിയിൽ നിന്നുള്ള പ്രോബ്ലംസ് ആയിരിക്കും, ചിലർക്ക് അല്ലാതെയുള്ള പ്രോബ്ലംസ്, ഫൈനാൻഷ്യൽ കാര്യങ്ങളിലുള്ള സ്ട്രെസ് ഉണ്ടാവുന്നവരുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ചില ആൾക്കാർക്ക് വീടില്ലാത്തതായിരിക്കാം, ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ പറ്റാത്തതിൻ്റെ സ്ട്രെസ്സ്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ സ്ട്രെസ്സ് ഉള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഇതിനേക്കാൾ പ്രഷർ നമുക്ക് വരുന്ന അല്ലെങ്കിൽ മനസ്സിന് സ്ട്രെസ്സ് കൂടുന്ന എത്രയോ ആൾക്കാരുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് വെറും നിസ്സാരമാണെന്ന് തോന്നൂലേ? ഫാമിലിയിലൊക്കെയുള്ള പ്രോബ്ലംസ് ആയാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻ ആയാലും ഒക്കെ പലയിടത്തും പല പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നത്തേക്കാൾ വലിയ പ്രശ്നങ്ങളാണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ഈസിയായിട്ട് തരണം ചെയ്ത് പോകാനായിട്ട് പറ്റും. എനിക്ക് വരുന്ന മെസ്സേജുകളിൽ കൂടുതൽ ആൾക്കാരും പറയുന്നത് സ്ട്രെസ്സ് എങ്ങനെ കുറയ്ക്കാം എന്നാണ്. സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഇതൊക്കെ വർക്കൗട്ട് ആവുമോ എന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ. എന്ത് കാര്യവും നമ്മൾ ചെയ്തു നോക്കിയാലാണ് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് റിസൾട്ട് വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹെൽത്തിൻ്റെ കാര്യത്തിൽ അത് നടക്കത്തില്ല. അതാദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് വന്നാലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. നമ്മളിപ്പം ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുന്നു, അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഹെൽത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ ഡെയിലി നിങ്ങൾ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കണമെന്ന് വിചാരിക്കുക. ഒരു ദിവസം കഴിച്ചു, 2 ദിവസം കഴിച്ചു, 3ൻ്റെ അന്ന് നിങ്ങൾ പോയിട്ട് ജങ്ക് ഫുഡ് കഴിച്ചാൽ, അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് ജങ്ക് ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഈ 2 ദിവസം നിങ്ങൾ നല്ല ഫുഡ് കഴിച്ചത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായിപ്പോവും. എന്നാൽ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ഹോംലി ഫുഡ് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ എനർജി എത്രത്തോളം നമ്മൾ
ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് എന്തായാലും ഉണ്ടാവും. നമുക്കുണ്ടാവുന്ന ഈ ഷുഗറും കൊളസ്ട്രോളും അതുപോലെ BP ഒക്കെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മുടെ ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ, പല കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ടുപോയാൽ നമുക്കതിനെയൊക്കെ കൺട്രോളിലാക്കാനായിട്ട് പറ്റും. എന്നാൽ പല ആൾക്കാരും അത് ചെയ്യത്തില്ല എന്നുള്ളതാണ്. ഡെയിലി നിങ്ങളോട് അരമണിക്കൂർ വെച്ച് നടക്കാൻ പറഞ്ഞാൽ 4 ദിവസം നടക്കും. അത് കഴിയുമ്പം നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കും. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ഒരാൾ പോലും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുക തന്നെ ചെയ്യണം. മീ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. കാരണം നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ 24 മണിക്കൂർ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് ഒരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്? നിങ്ങൾ വലിയ വലിയ ബിസിനസ്സുകാർ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നവരായിരിക്കാം, അതുമല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരിക്കാം, ആരുമായിക്കോട്ടെ. നിങ്ങൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 അവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും സ്പെൻഡ് ചെയ്യാറുണ്ടോ? നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. പല സമയത്തും പല ആൾക്കാരും ഇതേ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും റിസൾട്ട് വേണം, എന്നാൽ അതിനു വേണ്ടി മെനക്കെട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള കാര്യം. ഞാനൊരു 7 ഡേയ്സ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ അടുത്ത് 7 ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള രീതിയിൽ. 7 ദിവസം കൊണ്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ 7 ദിവസം കൊണ്ട് നിങ്ങൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലെത്തി എന്നുള്ളതല്ല അതിൻ്റെ മീനിങ്. അതിന് വേണ്ടുന്ന ഗൈഡൻസ് ഞാൻ തരും. 7 ദിവസം നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. ആ 7 ദിവസം കഴിഞ്ഞ് നിങ്ങളത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. അതിനുള്ള ഗൈഡൻസാണ് ഞാൻ തരുന്നത്. അപ്പോൾ ഈ ഒരു 2 ദിവസമോ 3 ദിവസമോ കഴിയുമ്പോൾ എൻ്റെ ഈ അസുഖങ്ങളൊന്നും മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം, പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യണം. എന്നാലാണ് നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റുന്നത്. ഞാനൊരു ഹെൽത്ത് ക്ലബ്ബ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് പേര് എന്നെ ഫോളോ ചെയ്ത് പോകുന്നവരുമുണ്ട്. അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അല്ല. എൻ്റെ ഹെൽത്ത് ക്ലബ്ബ് എന്ന് പറയുന്നത് അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. അതിനകത്ത് ഞാൻ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഫോളോ ചെയ്ത് പോകുന്നവർക്ക് റിസൾട്ടിലേക്ക് എത്തുന്നവരുണ്ട്. സ്ലീപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു പക്ഷേ ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ടൊരു കാര്യം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. അത് റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ട്. അവരുടെ മെസ്സേജസ് എനിക്ക് സ്ഥിരം വരുന്നുമുണ്ട്. ചെറിയൊരു കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ പോലും 3 ദിവസമായപ്പോൾ റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അംഗീകരിക്കത്തില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ആര് എന്ത് കാര്യം പറഞ്ഞു തന്നാലും അതാണോ അല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരും. ഈ ഒരു കൺഫ്യൂഷനാണ് നമ്മളെ പലപ്പോഴും പലതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത്. എന്നാൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു മനസ്സിനെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം. കാരണം നമുക്ക് കിട്ടുന്ന ഈ മനസ്സിനെ അത് നമ്മൾ ഒരിക്കലും വില കൊടുത്ത് വാങ്ങിച്ച ഒരു സംഭവമേ അല്ല. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിലേക്ക് നമ്മൾ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ്.
പക്ഷേ അതിനെ കൺവേർട്ട് ചെയ്തൊന്ന് പോസിറ്റീവ് രീതിയിലും കൂടെ ഒന്ന് ചിന്തിച്ചാലോ? വീട്ടിൽ വഴക്ക് നടക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലെ എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിലും ഈ പ്രശ്നങ്ങളെ നമുക്ക് പോസിറ്റീവ് രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. നമ്മളതൊരിക്കലും കാണത്തില്ല. കാരണം ദേഷ്യം എന്നുള്ള ഒരു കാര്യവും അല്ലെങ്കിൽ അത് സ്ട്രെസ്സ് കൂടുന്ന നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് നമ്മൾ ആ ഒരു നെഗറ്റീവ് സൈഡിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും സൊല്യൂഷൻ കിട്ടാത്തത്. എന്നാൽ നമ്മൾ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിലൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും സമാധാനത്തോടെ നിങ്ങളതൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. നമ്മുടെ മുമ്പിൽ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്ത് കാര്യത്തിനും നമ്മുടെ മുന്നിൽ സൊല്യൂഷനുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകൾക്കാണ് വ്യത്യാസം വരുന്നത്. നമ്മളതിനെ നോക്കിക്കാണുന്ന ആ ഒരു രീതിക്കാണ് വ്യത്യാസം വരുത്തേണ്ടത്. എന്ത് കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലും അതുപോലെ നിങ്ങളുടെ കരിയറായാലും നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണാനായിട്ട് പറ്റും. ഒരാൾ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ സന്തോഷത്തോടെ എണീക്കുകയാണെന്നുണ്ടെങ്കിലാണ് അയാൾക്ക് ആ ദിവസത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. ആ ഒരു സന്തോഷം വരണമെങ്കിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങളും അയാൾക്ക് ഇഷ്ടമുള്ളതായിരിക്കണം. അത് എല്ലാ മനുഷ്യരുടെയും ഒരു ബേസിക് നേച്ചറാണ്. സോ നിങ്ങളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എത്താൻ പറ്റും. നിങ്ങൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ വന്നവരായാലും വരാത്തവരായാലും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ, അതായത് എക്സർസൈസ് ആയാലും ഫുഡിൻ്റെ കാര്യത്തിലായാലും സ്ലീപ്പായാലും സ്ട്രെസ് മാനേജ്മെൻ്റ് ആയാലും ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്ത് അതിൻ്റെ കറക്റ്റ് രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് ആക്സസോടു കൂടിയാണ് നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഞാൻ ജയന്തി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലൊരു ഹെൽത്ത് കിട്ടാനായിട്ട് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. താങ്ക് യു സോ മച്ച്.